ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങള് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടല്ലേ കാത്തോ? അപ്പൊ ഇന്നൊരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടാ. അതായത് ശംഖുപുഷ്പത്തിന്റെ ജെല്ല് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പോവാ. അപ്പൊ ജെല്ലും എക്സ്ട്രാറ്റും ചേർക്കുന്നുണ്ട് കേട്ടാ. നമ്മള് അത് ഏതെങ്കിലും ഒക്കെ ഒന്ന് ചേർത്ത് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. ഇതിന്റെ പൂ കിട്ടണമെങ്കിൽ അതെടുത്തിട്ടായാലും നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ജെല്ലാണ്, ഇത് എക്സ്ട്രാക്റ്റ് ആണ് ശംഖുപുഷ്പത്തിന്റെ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ നല്ലൊരു സോപ്പ് ഒന്നും ഉണ്ടാക്കാൻ പോകണം. കുറെ നാളുകളായി നമ്മള് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും വിചാരിക്കാണ്. മറന്നു പോയിട്ടില്ലെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് പറയുന്ന പോലെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. ക്ലിയർ ബേസ് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് 100 ഗ്രാമിന്റെ സോപ്പാണ്. മോൾഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ചേർക്കാൻ പോകുന്ന സ്മെല്ല് നല്ലൊരു ഓഷ്യൻ വാട്ടർ എന്ന് പറഞ്ഞൊരു സ്മെല്ലാണ്. അവര് പുതിയൊരു സ്മെല്ലാണ്, നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ അതുപോലെ ബ്ലൂ കളർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ ഡയറക്റ്റ് പൂവൊക്കെ വെച്ചിട്ടുണ്ടാവും, ഫ്ലവറൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കളറിന്റെ ഒന്നും ആവശ്യം വരില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നല്ല അടിപൊളി സോപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജെല്ല് വെച്ചാലും കുറച്ച് കിട്ടും, എന്നാലും കുറച്ച് ലൈറ്റ് കളറായിരിക്കും. അപ്പൊ നമ്മളിന്ന് അടിപൊളി സോപ്പ് ഉണ്ടാക്കിയെടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും സ്ഥിരം കാണുന്ന ആളുകൾക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 300 സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ബേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇതിൽ വെച്ചതിന് ശേഷം നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇത് മെൽറ്റ് ചെയ്തെടുക്കണം ആദ്യം കേട്ടോ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. സ്റ്റവ് ഓൺ ചെയ്ത് ഇത് മെൽറ്റ് ആയതിനു ശേഷം ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ ഇത് അടിപൊളിയായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവരും മെൽറ്റ് ആക്കി എടുക്കുക. കൈയൊന്നും പൊള്ളിക്കാണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് മെൽറ്റ് ആയിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ശംഖുപുഷ്പത്തിന്റെ എക്സ്ട്രാക്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 ml അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 3 സോപ്പ് ഉണ്ടാക്കണമല്ലോ 300 ഗ്രാമിന്റെ. അപ്പൊ നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ എക്സ്ട്രാക്റ്റ് ചേർത്തു. ഇനി ഞാൻ ഇതിലേക്ക് ജെല്ലാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോണത്. ജെല്ലപ്പോൾ ഇതിൽ ഏകദേശം ഇതുപോലെ ഒരു ചെറിയ ടീസ്പൂണിന്റെ പകുതിയോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. പിന്നെ വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ഒരു 2 ഡ്രോപ്സോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ജെല്ല് ചേർക്കുമ്പോൾ ഈ ഒരു കളർ നമുക്ക് കിട്ടാം. അപ്പൊ കളർ വേണ്ടവർക്ക് ഇനി കളർ ആഡ് ചെയ്ത് കൊടുക്കാം. സ്കൈ ബ്ലൂ കളർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായി മിക്സ് ചെയ്യുക. ജെല്ല് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഇതായിട്ട് മിക്സ് ചെയ്ത് തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്തതിന് പുറത്തേക്ക് എടുത്ത് വയ്ക്കാൻ പോകണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കളറും നമ്മുടെ പെർഫ്യൂമാണ് ചേർക്കാനുള്ളത് കേട്ടോ. സോപ്പ് മോൾഡ്, അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ സോപ്പ് മോൾഡ് ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ സോപ്പ് മെൽറ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലേക്ക് നമ്മുടെ കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ മോൾഡ് കേട്ടോ. 100 ഗ്രാമിന്റെ മോൾഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കൈ ബ്ലൂ കളറാണ്. 2 ഡ്രോപ്സോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കളറായി പോവാണ്. കളർ വെച്ച് നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു സ്മെല്ലാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓഷ്യൻ വാട്ടർ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ നല്ല സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്മെല്ല് നമുക്ക് കണക്കിനനുസരിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, കണക്കിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. 1 കിലോയിലേക്ക് ഞാൻ ഇന്നും പറയുന്ന പോലെ നമ്മുടെ എന്ത് ജ്യൂസായാലും എക്സ്ട്രാക്റ്റുകളായാലും ആഡ് ചെയ്യുമ്പോൾ 1 കിലോ ബേസ് എടുക്കുകയാണെങ്കിൽ 50 ഗ്രാമോളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അതുപോലെ പെർഫ്യൂംസ് ഏകദേശം ഒരു 20 മില്ലിയോളം പെർഫ്യൂംസും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും നല്ല സ്മെല്ല് കിട്ടണമെങ്കിൽ. അപ്പോൾ അതൊക്കെ ചേർത്ത് നമ്മൾ നല്ല അടിപൊളി സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ സോപ്പ് ബേസ് അതുപോലെ ജെല്ലുകൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇനി മോളിലേക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ. നമ്മളിനി മോളിലേക്ക് ഒഴിക്കണം കേട്ടോ. നമ്മൾ ചൂടൊരു സ്വല്പം കുറഞ്ഞതിന് ശേഷം പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ സ്മെല്ല് കുറയും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ പെർഫ്യൂം ആഡ് ചെയ്തിട്ട് നമ്മൾ മോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാനപ്പോൾ ഇതിനി മോളിലേക്ക് ഒഴിക്കാൻ പോകണം. മോളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 3 മണിക്കൂറോളം സെറ്റ് ആവാനായിട്ട് എടുക്കും. അപ്പോൾ ഇതിപ്പോൾ നൈറ്റിൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് നാളെ മോർണിംഗിൽ എടുക്കാം. നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒഴിക്കാൻ പോകാം കേട്ടോ, നമ്മുടെ മോളിലേക്ക്. കറക്റ്റ് നമുക്ക് 3 സോപ്പാണ് കിട്ടിയിട്ടുള്ളത്. 100 ഗ്രാമിൻ്റെ 3 സോപ്പ് കേട്ടോ. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ എപ്പോഴും ഒരു 30 മില്ലിയോളം ബേസ് കുറവായിട്ട് എടുത്താൽ മതി. 30-40 മില്ലിയോളം ബേസ് എടുക്കുമ്പോൾ കുറച്ചെടുത്താൽ മതി. നമ്മളിതൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ ഏകദേശം നമ്മുടെ കറക്റ്റ് ആ അളവിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിത് എടുക്കുമ്പോൾ അത് കൂടിപ്പോവും. അപ്പോൾ നമുക്ക് ബാലൻസ് വരും നമ്മുടെ എടുത്ത സാധനങ്ങൾ നമ്മൾ കൂടി കഴിഞ്ഞാൽ. അപ്പോൾ ഈ പതയുണ്ടല്ലോ മുകളിലത്തെ, ഇത് പോകാനായിട്ട് നമുക്കൊരു ആൽക്കഹോൾ ഉണ്ട്, അത് വെച്ച് സ്പ്രേ ചെയ്താലും ഇത് പോവും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ വെച്ചിട്ടൊന്ന് വലിച്ചിങ്ങനെ കളയാൻ പറ്റും. അപ്പോൾ സോപ്പിന് നല്ല അടിപൊളി ഗ്ലാമറും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല, നിങ്ങളങ്ങനെ ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു 3 മണിക്കൂറോളം സെറ്റാവാൻ എടുക്കും. അപ്പോൾ നമ്മളിത് ഇന്ന് നൈറ്റിൽ വയ്ക്കുന്നത് നാളെ മോർണിംഗിൽ എടുക്കുള്ളൂ. അപ്പോൾ ഞാനിത് നാളെ മോർണിംഗിൽ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ അത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ അത് മോളിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് വെച്ച് ചെയ്ത നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ് കാണാനായിട്ടും, കണ്ടില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൾ 3 സോപ്പാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. 100 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടത്. ഇതാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് വെച്ചിട്ടുള്ള ചെയ്ത 3 സോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.